സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും അരി കൂടാതെയുള്ള വിഹിതങ്ങളുടെ വിതരണവും ഈ മെയ് മാസം മുതൽ ആരംഭിക്കുകയാണ്. BPL വിഭാഗക്കാർക്ക് മാത്രമല്ല APL വിഭാഗക്കാരായ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കും ഇത് ലഭിക്കുന്നതാണ്. മെയ് 6 ചൊവ്വാഴ്ച മുതലാണ് സംസ്ഥാനത്ത് മെയ് മാസ റേഷൻ വിതരണം കടകളിലൂടെ ആരംഭിച്ചത്. മെയ് മാസത്തിൽ അന്ത്യോദയ അന്നയോജന AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കും. മുൻഗണനാ വിഭാഗം PHH പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം സബ്സിഡി NPS നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS കാർഡിന് അധിക വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. പൊതുവിഭാഗം NPNS വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് മെയ് മാസത്തിൽ ലഭിക്കുക. ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന വാർത്ത സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം അവസാനം മുതൽ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്രം 56 ലക്ഷം ലിറ്റർ മണ്ണെണ്ണയാണ് 3 മാസത്തേക്ക് സംസ്ഥാനത്തിന് അനുവദിച്ചത്. ഇതിൽ 50 ലക്ഷം ലിറ്റർ റേഷൻ കടകൾ വഴിയും ബാക്കി ജൂണിൽ മത്സ്യബന്ധന ബോട്ടുകൾക്കും നൽകും. മഞ്ഞ കാർഡ് ഉടമകൾക്ക് 1 ലിറ്ററും പിങ്ക് നീല വെള്ള കാർഡ് ഉടമകൾക്ക് 1/2 ലിറ്റർ വീതവുമാണ് ലഭിക്കുക. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള 3 മാസത്തെ റേഷൻ വിഹിതമായാണ് ഈ അളവിൽ മണ്ണെണ്ണ നൽകുക. മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് 1 വർഷമായും മറ്റ് റേഷൻ കാർഡ് ഉടമകൾക്ക് 2.5 വർഷത്തിലേറെയായും മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നില്ല. കഴിഞ്ഞ വർഷത്തെ വിഹിതം ഏറ്റെടുക്കാതെ കേരളം പാഴാക്കുകയും ചെയ്തിരുന്നു. 6 ലിറ്റർ മണ്ണെണ്ണ കിട്ടുവാനായി വൈദ്യുതീകരിക്കാത്ത വീടുകളെന്ന് രേഖപ്പെടുത്തിയ അനധികൃത റേഷൻ കാർഡുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുവാൻ സംസ്ഥാന റേഷനിംഗ് കൺട്രോളർ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾക്ക് അനുവാദം നൽകുവാനും താലൂക്ക് അടിസ്ഥാനത്തിലുള്ള വിതരണത്തിന്റെ മേൽനോട്ടം വഹിക്കുവാനും DSOമാരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. 29 മുമ്പ് എണ്ണക്കമ്പനികളിൽ നിന്ന് മണ്ണെണ്ണ ഏറ്റെടുത്ത് 31 മുൻപ് കടകളിൽ എത്തിച്ച് വിതരണം നടത്തുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഹിതം പാഴായാൽ അത് താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ വീഴ്ചയായി കണക്കാക്കുമെന്നും അറിയിപ്പുണ്ട്. അതുകൊണ്ട് ഈ മാസം അവസാനം മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും, പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കും വീണ്ടും മണ്ണെണ്ണ വിതരണം ആരംഭിക്കുകയാണ്.